കിടിലൻ ഇന്റർനാഷണൽ ഫീൽ തന്നൊരു ട്രെയിലറായിരുന്നു എമ്പുരാന്റേത്. ശരിക്കും ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ പിന്നെയും കൂടി എന്ന് തന്നെ പറയണം. കാരണം ഇതിനകം തന്നെ നിങ്ങളിൽ പലരും ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇപ്പോൾ തന്നെ എവിടെ തിരിഞ്ഞാലും ഇതിന്റെ റീലുകളും ഇതിന്റെ ഡിസ്കഷനുകളും ഇതിനകത്ത് ഓരോ സീൻ ബൈ സീൻ ഡീകോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെയിലർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3 മിനിറ്റിനേക്കാൾ കൂടുതൽ ട്രെയിലർ ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 2019 ലൂസിഫറിന് ശേഷം ഒരു 6 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് ഇവർ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു റിലീസ് ഗ്യാപ്പ് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ആൻഡ് ഡെവിളിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള 6 ഒരു 6 വർഷം എന്നുള്ള ഒരു ഗ്യാപ്പ് കറക്റ്റ് വരുമ്പോൾ തന്നെ അതും നല്ലൊരു സിമിലാരിറ്റി ആയിട്ട് തോന്നി. ആൻഡ് നമ്മൾ ഈ ട്രെയിലറിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹിന്ദികൾ അവർ ഇവിടെ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സ്റ്റീഫന്റെ ഒരു ഫ്ലാഷ് ബാക്ക്, ഈ കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം ഇവിടെ നടക്കുന്ന ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ഖുറേഷി എബ്രഹാമിന്റെ ആ ഒരു ഗ്യാങ് വാർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ഒരു 3 മണിക്കൂർ റിലീസാകാൻ പോകുന്ന എമ്പുരാനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കി നിങ്ങൾ സ്ക്രീനിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇതിന്റെ ഹോൾ മേക്കേഴ്സ് തന്നിട്ടുള്ളത്. അതിന് പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ ഈ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ഈവൻ ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് റിലീസ് ആവുന്ന സമയത്ത് പോലും അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഈവൻ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പലവരെയും ഇതിൽ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ ആ കബൂഗ, അതുപോലെ തന്നെ ആ ഒരു ഇന്റർപോൾ ഓഫീസേഴ്സ്, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട്, ഈവൻ ഇതിനേക്കാൾ കൂടുതൽ ഇതിൽ പുറത്തുവിടാത്ത പല കാസ്റ്റിങ്ങുകൾ ഇതിലുണ്ട്. സർപ്രൈസ് ക്യാമിയോസ് ഉണ്ടാവും എന്നുള്ള ഒരു സൂചനകളും റൂമേഴ്സുകളും നടക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെയുള്ള ഒരു മൂവിയിൽ നിന്നും വളരെയധികം എന്താ പറയുക, ഇതിനേക്കാൾ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കണ്ട എന്നുള്ള ഒരു മറുപടിയാണ് അവർ തന്നിട്ടുള്ളത്. ഈവൻ അതിലുള്ള ഒരു വാർ സീക്വൻസുകൾ, ഒരു ഫൈറ്റ്, ആ ഒരു ഗ്യാങ് വാർ സീക്വൻസുകളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ എത്രത്തോളം അവർ എഫേർട്ട് അതിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു സൂചനയാണത്. പ്രത്യേകിച്ച് അതൊരു വെറുതെ നമ്മളൊരു ഫോണിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ അതൊരു OTT ടിവിയിലോ അല്ലെങ്കിൽ ഒരു OTT നമ്മൾ കാണുമ്പോഴോ ഒന്നും അതിന്റെ ഫീൽ കിട്ടില്ല. അത് ഫുൾ ഫീല് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നാണ് അവർ ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നല്ലൊരു തിയേറ്ററും നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസും തിരഞ്ഞെടുത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ആൻഡ് ഈവൻ ഇപ്പൊ തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റുകളും അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ പലയിടത്തും ഇനി ടിക്കറ്റുകൾ അവൈലബിൾ ആണോ എന്ന് തന്നെ ഡൗട്ടാണ്. കാരണം നാളെ രാവിലെ 9 മണിക്കാണ് ബുക്കിംഗ് വേൾഡ് വൈഡ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇപ്പൊ തന്നെ പലരും ഡൗട്ട് പറഞ്ഞിരിക്കുകയാണ് ടിക്കറ്റ് എത്രത്തോളം അവൈലബിൾ ആവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നുള്ളത്. ഈവൻ ഈ ഒരു ട്രെയിലറിന്റെ റിലീസോട് കൂടിയിട്ട് ആൻഡ് ഇപ്പോ ഇതിന്റെ ടീസർ, ഇതിന് മുന്നേ റിലീസായ ടീസർ നോക്കുകയാണെങ്കിൽ തന്നെ അത്രത്തോളം പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു ടീസർ ആയിരുന്നു. പക്ഷേ ട്രെയിലർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഈവൻ ഇതിന്റെ 2019 ഇറങ്ങിയ ലൂസിഫർ നോക്കുകയാണെങ്കിൽ തന്നെ പേഴ്സണലി അത്ര ഇഷ്ടപ്പെടാത്തൊരു മൂവി ആയിരുന്നു അത്. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഇതിലിനി എന്തായിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ആൻസർ ആയിട്ടാണ് ഇപ്പൊ അവർ ഈ ട്രെയിലർ ഇറക്കി വിട്ടിട്ടുള്ളത്. അതിൽ തന്നെ അവർ ഇട്ടിട്ടുള്ള എഫേർട്ടിനും ഈവൻ അവർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി അവർ ഇതിന് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ള ഒരു ഉത്തരം കിട്ടേണ്ടത് ഈ സിനിമയാണ്. ആ സിനിമ എത്രത്തോളം നമ്മളെ ഇതുപോലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഓഫർ ചെയ്യും എന്നുള്ള ഒരു ഹോപ്പ് തന്നിരിക്കുകയാണ്. വെറുതെ അല്ല ഇത്രത്തോളം വർഷം എടുത്തിട്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് റെഡിയാക്കാനായിട്ട് ടൈം എടുത്തത് എന്നുള്ളതിന്റെ ഒരു ആൻസർ കൂടിയാണിത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഒരു ടൈമോട് കൂടി ഈ സിനിമയുടെ വേർഡിക്റ്റ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നല്ലൊരു വിജയമാവട്ടെ ഈ ഒരു സിനിമ. കാരണം അത്രത്തോളം ആ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ഒരു ഫാൻ ബോയ് ട്രീറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കിടിലനായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിക്കട്ടെ. കാരണം ഇതിലത്തെ ഓരോ ഷോട്ടുകൾ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം നമ്മൾ 0.25x കണ്ടാൽ പോലും പല ഷോട്ടുകളും ജസ്റ്റ് പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. അനാമോർഫിക് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമ സ്കോപ്പ് ആ ഒരു സ്ക്രീനിൽ തന്നെ നമ്മളിത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഈ ഒരു ഇന്റർവ്യൂസിൽ ഇതിന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു സിനിമ കാണാനായിട്ട് നല്ല ബെസ്റ്റ് സ്ക്രീനുകൾ തന്നെയാണ് തപ്പി നടക്കുന്നത്. ആൻഡ് ഈവൻ ഐമാക്സ് റിലീസ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എത്രത്തോളം ആ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണെന്നുള്ളത് ശരിക്കും ഇനി ആ ഒരു പടം റിലീസ് ആകുമ്പോൾ നമുക്കറിയാം. എന്തായാലും അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. ആൻഡ് ഈ ഒരു ട്രെയിലറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ടൊവിനോയും മഞ്ജു വാര്യരുടെയും ക്യാരക്ടർ ജസ്റ്റ് ഫേസ് ടു ഫേസ് വരുന്ന ഒരു സീക്വൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മഞ്ജു വാര്യരുടെ ആ ഒരു നിൽക്കുന്നതിന്റെ അടുത്തായിട്ടൊരു ടേബിളിൽ ഒരു ഈഗിളിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നെക്സ്റ്റ് സീക്വൻസിൽ നമ്മൾ അതുപോലെ തന്നെ ടൊവിനോ നിൽക്കുന്നതിന്റെ അടുത്തായിട്ട് ഒരു ടൈഗറിനെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുപേരുടെയും ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു റിസംബ്ലൻസ് അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾസ് ആയിട്ടാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈഗിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വളരെയധികം ചിന്തിച്ച് സ്ട്രാറ്റജിക് ആയിട്ട് ഓരോ ഡിസിഷൻസ് എടുക്കുന്ന ഒരു ക്യാരക്ടറെന്നും, അതുപോലെ ടൈഗറിനെ വളരെയധികം മെരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതും അത്രത്തോളം നല്ലൊരു ഹൈ പവർ ഒന്നും കാണിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അവർ റിസംബിൾ ചെയ്തിട്ടുള്ളത്.
സോ അത് സിനിമയിലേക്ക് വരുമ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണോ ഇത് അവർ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആൻഡ് അതുപോലെ പ്രിയദർശിനി ആ ഒരു ഹോളിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സീക്വൻസിൽ അവിടെ ആ ഒരു ടേബിളിൽ ഒരു മൂങ്ങയുടെ ഒരു ഐഡലും വെച്ചിട്ടുണ്ട്. ആ ഒരു ഇലുമിനാറ്റീനെ ഒക്കെ ജസ്റ്റ് റിസംബിൾ ചെയ്യുന്ന ഒരു ഈ ഒരു സിനിമ റിലീസായ സമയത്ത് തന്നെ ഇലുമിനാറ്റീനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. സോ അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇത് അവിടെ വരെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെറുതെ കൊണ്ടുവച്ചതാണോ, എന്തെങ്കിലും അർത്ഥമായിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണോ എന്നുള്ളത്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീകോഡ് ചെയ്യാനും സംസാരിക്കാനും ഈവൻ ഇതിൽ തന്നെ ഒരുപാട് വരുന്ന ഫ്ലാഷ് ബാക്ക് സ്റ്റോറികളും അങ്ങനെ എന്താണ് ഇനി എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. സോ എന്തായാലും നല്ലൊരു കിടിലൻ ട്രീറ്റ് തന്നെയായിരുന്നു ഈ ഒരു ട്രെയിലർ ഓഫർ ചെയ്തിരുന്നത്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.